നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു ലെസണിലെ 5 മാർക്ക് ക്വസ്റ്റ്യൻസിനെയും 4 മാർക്ക് ക്വസ്റ്റ്യൻസിനെയും പരിചയപ്പെടുക എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ കണക്കാക്കിയത് 14 പാഠമുണ്ട്. 14 പാഠത്തിൽ നിന്ന് ഓരോ പാഠത്തിൽ നിന്ന് 5 ചോദ്യം വീതം നമ്മൾ പരിചയപ്പെടുമ്പോൾ ഏറെക്കുറെ 70 ചോദ്യം നമ്മുടെ കയ്യിലുണ്ടാവും. അത് 5 മാർക്കും 4 മാർക്കും ആകുമ്പോൾ അതിൽ നിന്ന് തന്നെ 3ഉം 2ഉം 1ഉം ഒക്കെ കണ്ടെത്താൻ സാധിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒരു ചെറിയൊരു തയ്യാറെടുപ്പോടുകൂടി നമുക്ക് എക്സാമിന് കയറാം എന്നുള്ള രീതിയിലാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ പരമാവധി തിയറി പാർട്ട് കുറച്ചിട്ടുണ്ട്. ഫോർമുലാസ്, ഫിഗർ ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലെസണിൽ 5 എസ്സേസ് നമ്മൾ പരിചയപ്പെട്ടു. സെക്കൻഡ് ലെസണിലെയും 5 ക്വസ്റ്റ്യൻസ് 4 മാർക്കിൻ്റെ പരിചയപ്പെട്ടു. ഇവിടെ വീണ്ടും 3ാമത്തെ പാഠത്തിൻ്റെ 5 എസ്സേസ് പരിചയപ്പെടുന്നുണ്ട്. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം മറ്റതിന് രണ്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾക്ക് അതും നോക്കാം. അപ്പം ഞാനിതെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും വിളിക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളം അറിയില്ല, മലയാളത്തിൽ ബുക്ക് കിട്ടുമോ, ഇംഗ്ലീഷിൽ ബുക്ക് കിട്ടുമോ, ഇപ്പോഴും ആ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും ആ ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഇന്നതാണെന്ന് മനസ്സിലായി, ആശയം ഇന്നതാണെന്ന് മനസ്സിലായാൽ ഒരു ചിത്രമോ ഒരു ഫോർമുലയോ ഉപയോഗിച്ച് പോലും നമുക്കത് വ്യക്തമായിട്ട് എഴുതാൻ സാധിക്കും. അതിനകത്ത് ഭാഷ ഒരുപാട് ആവശ്യമില്ല. അപ്പം അത്ര കുറച്ച് കണ്ടൻറ്റേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് പേടിയാണ് എന്നുള്ളൊരു ഉള്ളിലുള്ളൊരു ഭയമാണ് മാറേണ്ടത്. വിഷയത്തിനോടുള്ള ഭയമാണ് നമുക്ക് മാറേണ്ടത്, അല്ലാതെ ഭാഷയുടെ പ്രശ്നമല്ല. നോക്കാം, എന്തായാലും നമുക്ക് നോക്കാം. ചാപ്റ്റർ 3 ആണ്. 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. 5 മാർക്ക് വീതമുള്ള എസ്സേ പാർട്ടാണ്. ഇത് 4ഓ 5ഓ ആയിട്ട് ചോദിക്കും. ഓക്കെ, ശരി. 5 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, നമ്മൾ 2ാമത്തെ പാഠത്തിൽ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, സീരീസ് പാരലൽ കപ്പാസിറ്റേഴ്സ്. അതിന് തത്തുല്യമായിട്ടുള്ള 2 ചോദ്യമാണിത്. റെസിസ്റ്റേഴ്സ്, ഒബ്റ്റെയിൻ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് 2 റെസിസ്റ്റേഴ്സ് R1 and R2 in series and in parallel. സീരീസ്. അപ്പോൾ ഈ കീ വേർഡ്സ് ആണ് ഞാൻ ഈ അടിയിൽ വരച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ എല്ലാം ഒരുപോലെ ആയിരിക്കും, ബോൾഡും ഇറ്റാലിക്സും ക്യാപിറ്റലും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ബോൾഡും ഇറ്റാലിക്സും ക്യാപിറ്റലും ഒക്കെ വേണം. അതാണ് പദങ്ങൾ. സീരീസ് ആൻഡ് പാരലൽ റെസിസ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ 2 റെസിസ്റ്റേഴ്സ് R1 and R2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എന്ത്, പാരലലായിട്ട് കണക്ട് ചെയ്താൽ എന്ത്, ഇതാണ് നമുക്കറിയേണ്ടത്. ഓക്കെ, അപ്പോൾ 2 റെസിസ്റ്റേഴ്സ് R1 and R2 ഇതിൽ സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു വോൾട്ടേജ് സോഴ്സ് V. സീരീസ് എന്ന് പ്രത്യേകം പറയുമ്പോൾ നമുക്ക് ഓർത്തിരിക്കണം, കറണ്ട് തുല്യമായിരിക്കും. ഇതിൽ ഈ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് പോകുന്ന അതേ കറണ്ട് തിരിച്ചിതിൻ്റെ നെഗറ്റീവിലേക്ക് വരുന്നു. അപ്പോൾ കറണ്ട് സെയിം ആയിരിക്കും. ശരി, അപ്പോൾ ഈ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് ഇവർ രണ്ടുപേരും പങ്കിട്ടെടുക്കുന്നത്. അപ്പോൾ V = V1 + V2. നമുക്കറിയാം ഓംസ് ലോ, V = I × R. അപ്പോൾ R സീരീസ്, I × R സീരീസ്, ഇവർക്ക് രണ്ടുപേർക്കും പകരം നമ്മളൊരു റെസിസ്റ്റൻസിനെ കൊണ്ടുവയ്ക്കുകയാണ്. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ RS. സീരീസ് റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആകെത്തുക RS എന്ന് സങ്കല്പിക്കുക. അപ്പോൾ IRS = IR1 + IR2. പിന്നെ ഞാൻ പറഞ്ഞു സീരീസ് ആകുമ്പോൾ കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ എല്ലായിടത്തെയും കറണ്ട് സെയിം ആണ്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വാട്ട്സ് ദ റിലേഷൻ? RS = R1 + R2. R സീരീസ് = R1 + R2 എന്നർത്ഥം. ഇനി ഇതേ റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യണം. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പം വോൾട്ടേജ് സെയിം ആയിരിക്കും. ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ. വോൾട്ടേജ് സെയിം ആയിരിക്കും, ഇവിടെ കറണ്ടാണ് സെയിം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഈ വോൾട്ടേജ് രണ്ടിടത്തെയും സെയിം ആയിരിക്കും. അപ്പം നമ്മുടെ കറണ്ട്, ഈ പോയിന്റിലുള്ള കറണ്ട് 2ആയിട്ട് പങ്കിട്ടെടുക്കുകയാണ്. R1 എന്നുള്ള റെസിസ്റ്റർ, R1 എന്ന് എഴുതിയിട്ടില്ല, R1 എന്നുള്ള റെസിസ്റ്ററും R2 എന്നുള്ള റെസിസ്റ്ററും കറണ്ട് പങ്കിട്ടെടുക്കുകയാണ്. അപ്പോൾ R1-ൽ കൂടെ I1 കറണ്ടും R2-ൽ കൂടെ I2 കറണ്ടുമാണ് ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? I = I1 + I2. കാരണം I രണ്ടുപേരുടെ പങ്കിട്ടെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ആണ് പങ്കിട്ടെടുക്കുന്നത്, ഇവിടെ കറണ്ടാണ് പങ്കിട്ടെടുക്കുന്നത്. അപ്പോൾ I = വീണ്ടും ഓംസ് ലോ, V = I × R. അപ്പോൾ I എന്ന് പറയുന്നത് V/RP. RP എന്ന് ഉദ്ദേശിക്കുന്നത് റെസിസ്റ്റൻസ് ഇൻ പാരലൽ.
ഈക്വൽ ടു V/R1 പ്ലസ് V/R2. ഇവിടെ വോൾട്ടേജ് എല്ലാം സെയിം ആണ്, നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/Rp ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ക്ലിയർ? അപ്പോൾ ഇതാണ് റെസിസ്റ്റേഴ്സ് സീരീസ് പാരലൽ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്, ആൻസറും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു പോവാണ്, കാരണം സമയം നിങ്ങളുടേതും എൻ്റെതും വിലയുണ്ടല്ലോ. അടുത്തത് സ്റ്റേറ്റ് കിർഷോഫ്സ് റൂൾസ്. കിർഷോഫ്സ് റൂൾസ് എന്നും വരും, കിർഷോഫ്സ് ലോ എന്നും വരും. രണ്ടാണെങ്കിൽ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ 2 റൂൾസാണുള്ളത്. ഒന്ന് ജംഗ്ഷൻ റൂളും മറ്റൊന്ന് ലൂപ്പ് റൂളുമാണ്. ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വന്നു, സത്യത്തിൽ ഇവിടെ ജംഗ്ഷൻ വന്നു. ഈ ഒരു പോയിന്റിൽ നിന്ന് കറണ്ട് 2 ദിശയിലേക്ക് പോയി. അപ്പോൾ I1 അങ്ങോട്ട് വന്നു ചേർന്നു, I വന്നു ചേർന്നു, I1ഉം I2 ആയിട്ട് അത് പകുത്തു തീർന്നു. അപ്പം I തന്നെയാണ് അങ്ങോട്ട് വന്ന I ആണ് അവിടുന്ന് പോയത്. അപ്പോൾ ആ ജംഗ്ഷനിൽ കറണ്ട് ഇല്ല, അതാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജംഗ്ഷൻ റൂളിൽ കിർഷോഫ്സ് കറണ്ട് ലോ എന്ന് പറയും. KCL, കിർഷോഫ്സ് കറണ്ട് ലോ. അപ്പോൾ നെറ്റ് കറണ്ട് അറ്റ് എ ജംഗ്ഷൻ, ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള, ഇപ്പോൾ ഇതൊരു ജംഗ്ഷൻ ആണെന്ന് വെച്ചോ, ഇപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ ഇതൊരു ജംഗ്ഷൻ ആണെന്ന് വെച്ചോ, ഈ C എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ്. അവിടേക്ക് എത്ര കറണ്ട് വന്നോ അത്ര കറണ്ട് അവിടെ നിന്ന് പോകണം. അതിനെയാണ് നമ്മൾ ജംഗ്ഷൻ റൂൾ എന്ന് പറയുക. കിർഷോഫ്സ് കറണ്ട് ലോ. ഇത് കിർഷോഫ്സ് വോൾട്ടേജ് ലോ. ഇതൊരു ലൂപ്പിനുള്ളതാണ്, നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ABDA ഒരു ലൂപ്പാണ്, ലൂപ്പ് റൂളാണ്. അപ്പോൾ ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് സിഗ്മ I അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞാൽ സിഗ്മ V ഈക്വൽ ടു 0 ഫോർ എ ലൂപ്പ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ലൂപ്പ് റൂൾ. കിർഷോഫ്സ് വോൾട്ടേജ് ലോ, കിർഷോഫ്സ് കറണ്ട് ലോ. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ എളുപ്പമുണ്ട് നമുക്ക്. KCL, KVL. KCL എന്ന് പറഞ്ഞാൽ സിഗ്മ I 0, KVL എന്ന് പറഞ്ഞാൽ സിഗ്മ വോൾട്ടേജ് 0. കിട്ടിയല്ലോ? ഓക്കെ. ഇനി ഇതിൻ്റെ അകത്ത് ഇതിപ്പം EMF ഉള്ളൊരു സർക്യൂട്ട് ആണെങ്കിൽ EMF ഉണ്ട് കേട്ടോ. EMF ഇല്ലാത്തടത്താണ് നമ്മൾ 0 എന്ന് പറയുക. ഓക്കെ, പോട്ടെ. ഇനി നെക്സ്റ്റ് പാർട്ട് ഇതിൻ്റെ ഡ്രോ വീസ്റ്റൺസ് ബ്രിഡ്ജ്. എപ്പോഴും കുട്ടികൾ വരയ്ക്കുന്നതും എഴുതിയാൽ മാർക്ക് കിട്ടുന്നതുമാണ്. ഈ ചിത്രം നമുക്ക് കണ്ടാൽ ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും കുട്ടികൾ വളരെ നിഷ്പ്രയാസം വരയ്ക്കുന്ന ഒരു ചിത്രവും കിട്ടുന്നതൊരു ചോദ്യവുമാണ്. അപ്പോൾ വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്താണ്? ബാലൻസിങ് കണ്ടീഷൻ. എന്താണ് ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ബാലൻസിങ് കണ്ടീഷൻ്റെ പ്രത്യേകത IG ഗാൽവനോമീറ്ററിൽ കൂടെ കറണ്ട് 0 ആവുന്ന സമയത്തുള്ള കണ്ടീഷനെയാണ് ബാലൻസിങ് കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ ഗാൽവനോമീറ്ററിലെ കറണ്ട് 0 എന്നർത്ഥം. ആ ഒരു സമയത്തെയാണ് നമ്മൾ എന്താ പറയുക, ബാലൻസിങ് കണ്ടീഷൻ. ഞാൻ പെട്ടെന്നാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ, കാരണം കുറച്ച് സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീസ്റ്റൺസ് നെറ്റ്വർക്ക് ഇതാണ്, അല്ലെങ്കിൽ വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതാണ് ഈ ചിത്രം. ഇവിടെ നമുക്ക് അറിയാം 4 റെസിസ്റ്റേഴ്സ് R1, R2, R3, R4. വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്നും പറയാറുണ്ട്, പാലം എന്ന് പറയാറുണ്ട്. അപ്പോൾ കാരണം അതൊരു മെഷ് പോലെ ഇങ്ങനെ എന്താ പറയുക, എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു സർക്യൂട്ട് പോലെ നമുക്കിങ്ങനെ തോന്നും. അതേപോലെ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിന് ബ്രിഡ്ജ് എന്നുള്ള പേര് വരുന്നത്. അപ്പോൾ 4 റെസിസ്റ്റേഴ്സ് ഈ തരത്തിൽ കണക്റ്റഡ് ആണ്. കൂടാണ്ട് 2 ഇൻഫർമേഷൻ കൂടെ അറിയണം. 4 ജംഗ്ഷൻസ് ആണ്, ABCD. A ഒരു ജംഗ്ഷൻ, B ഒരു ജംഗ്ഷൻ, C D. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അങ്ങനത്തെ ജംഗ്ഷൻസിൽ എയും സിയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ഡയഗണലായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ടെർമിനൽസ് ആണ്. അതിൻ്റെ ഇടയിൽ ഒരു സെല്ല് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിയും ഡിയും ഡയഗണലായിട്ടുള്ള മറ്റ് 2 പോയിൻറ്റ്സ് ആണ്. അവരുടെ ഇടയിലും ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് കണക്ഷൻ. അപ്പോൾ ഈ കണക്ഷനിൽ നമ്മൾ ഇത് 2ഉം അപ്ലൈ ചെയ്യുന്നുണ്ട്. 2 നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. കിർഷോഫ്സ് ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I വന്നു, I1ഉം I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ I സമം I1 ആൻഡ് I2. അങ്ങനെ എല്ലാ ജംഗ്ഷൻസിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് B, എയിലാണ് ഞാൻ പറഞ്ഞ I വന്നു, I1 I2 അവിടെ നിന്ന് പോയി. ബിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ I1 അങ്ങോട്ട് എത്തി, പക്ഷേ അത് IG-യും I3 ആയിട്ട് പോയി. എൻട്രി ചെയ്തത് I1, പോയത് I3യും IG-യും.
പക്ഷേ IG 0 ആണ് ബാലൻസിങ് കണ്ടീഷനിൽ. അപ്പോൾ I3 എന്ന് പറയുന്ന ഏറെക്കുറെ എന്ത് തന്നെയാണ്? I1 തന്നെയാണ്. കാരണം ഇങ്ങോട്ട് കറണ്ട് പോയിട്ടില്ല, അതുകൊണ്ട് I3 = I1. അതുപോലെ അടുത്ത ജംഗ്ഷൻ D നോക്കുക. ഡിയിലേക്ക് 2 പേര് വന്നു. ആരൊക്കെയാണ് വന്നത്? I2 വന്നു, IG വന്നു. പോയതാരാണ്? I4. പക്ഷേ I2 IG കൂടെ ചേർന്നാണ് I4 ആവുക. പക്ഷെ IG 0 ആണ്. അപ്പോൾ I4ന് എന്ത് തന്നെ കൊടുക്കാം? I2 എന്ന് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ജംഗ്ഷൻ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുക. ഇനി ലൂപ്പ് റൂൾ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ലൂപ്പ് എടുക്കണം. ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്ത് കേട്ടു. ആംബിയറിയൻ ലൂപ്പ് 4ാം പാഠത്തിൽ കേട്ടിട്ടുണ്ട്. പിന്നെ ഗോസസ് ലോയിലെല്ലാം നമ്മൾ ലൂപ്പ് പറയുന്നുണ്ട്. അപ്പോൾ അത് ക്ലോസ്ഡ് ആയിരിക്കണം. ഇപ്പോൾ ഒരു വള അല്ലെങ്കിൽ ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയോടത്ത് തന്നെ തീരണം. ക്ലോസ്ഡ് ആണ്, അതിനാണ് ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ലൂപ്പ് പറയുമ്പം ABDA, എൻ്റെ കൂടെ അങ്ങനെ വന്നോളൂ. A to B, B to D, D to A. ഇതൊരു ട്രയാങ്കിളാണ്, അതൊരു ലൂപ്പുമാണ്. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുക സിഗ്മ V = 0. സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ, വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് I × R. അപ്പം നമ്മൾ പോകുന്ന ഡയറക്ഷൻ A to B, B to D, D to A എന്നാണ്. അപ്പം നമ്മൾ പോകുന്ന ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ എതിർ ദിശയൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. ആരോ മാർക്ക് കണ്ടില്ലേ? I1 R1 പോയി. IG × G ആണ് റെസിസ്റ്റൻസ്. ഇതിൻ്റെ റെസിസ്റ്റൻസ് G ആണ്. പക്ഷേ IG തന്നെ 0 ആണ്. അപ്പോൾ പിന്നെ ഈ ടേം 0 ആണ്. ഇനി തിരിച്ച് ഇങ്ങോട്ട് പോകുന്നതിന് പകരം ഈ I2 കറണ്ട് നമ്മുടെ എതിർ ദിശയിലാണ് വരുന്നത്. അപ്പോൾ അതിനൊരു മൈനസ് കൊടുക്കണം. മൈനസ് I1 R1 മൈനസ് ഉണ്ട്, മൈനസ് I2 R2 എന്നാണ് കേട്ടോ. I2 എഴുതിയിട്ടില്ല. മൈനസ് 0 എന്ന് പറഞ്ഞാൽ IG × G ആണ്. IG 0 ആയതുകൊണ്ട് 0 മൈനസ് I2 R2 = 0. അപ്പോൾ ഈ ടേം 0 ആയതിനാൽ നമുക്ക് എന്തെഴുതാം? ഈക്വൽ സൈൻ്റെ അപ്പുറം ഇപ്പുറം കൊണ്ടുപോകുമ്പം I1 R1 = I2 R2. അതുപോലെ തന്നെ BCDA 2 ലൂപ്പാണ്. ABDAയും BCDAയും BCDB നോട്ട് A B. BC എന്ന് പറയുമ്പം I3 R3 ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇത് നോക്കൂ, നേരെ തിരിച്ചാണ്. ഇത് ക്ലോക്ക് വൈസ് ആയിട്ട് വരികയാണ്, ഇത് ഈ കറണ്ട് നേരെ എതിർ ദിശയിലാണ്. അപ്പം മൈനസ് I4 R4. I4 പക്ഷേ എന്ത് തന്നെയാണ്? I2. I3 എന്ത് തന്നെയാണ്? I1. അപ്പം എങ്ങനെ എഴുതാം? I1 R3 മൈനസ് I2 R4 പ്ലസ് 0. ഇതിൽ കൂടെയുള്ള കറണ്ട് 0 ആണ്. അപ്പോൾ വോൾട്ടേജും 0 ആണ്. = 0. അപ്പോൾ നമ്മൾ 2 ലൂപ്പും അപ്ലൈ ചെയ്തു, റൂളും അപ്ലൈ ചെയ്തു, KCLും KVLും. അപ്പോൾ ഇതിൽ നിന്ന് എന്തെഴുതാം? I1 R3 = I2 R4. 2 ഇക്വേഷൻസ് കിട്ടി. ഒന്ന് ABDAയ്ക്കും മറ്റത് BCDBയ്ക്കും. ക്ലിയർ? 2 ഇക്വേഷൻ 1/2 ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം I എല്ലാം വെട്ടിപ്പോയി, ഇവിടുത്തെ Iയും വെട്ടിപ്പോയി. ബാക്കി R1/R3 = R2/R4 എന്ന് കിട്ടും. പക്ഷേ R1/R3 = R2/R4 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? R1/R2 = R3/R4. രണ്ടും എഴുതാം, 2 രീതിയിൽ എഴുതാം. R1/R2 = R3/R4. ഇതിനെയാണ് വീസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ബാലൻസിങ് കണ്ടീഷൻ്റെ പ്രത്യേകത എന്താ? ഗാലനോമീറ്ററിൽ കൂടെ കറണ്ട് 0 ആയിരിക്കണം. ക്ലിയർ? അടുത്തത് ഈ പറയുന്ന വീസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയാൻ കാരണം ഇത് അപ്ലൈ ചെയ്യുന്ന വീസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ബ്രിഡ്ജ് എന്നുള്ള പദം ഉപയോഗിച്ചു. മീറ്റർ എന്നുള്ള പദം ഉപയോഗിക്കാൻ കാരണം AB എന്നുള്ളതിൻ്റെ ഇടയിൽ ഒരു വയർ ഇവിടെ കാണാം. ഈ വയറിൻ്റെ നീളം 1 മീറ്ററാണ്, അഥവാ 100 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് ഇതിൻ്റെ പേര് മീറ്റർ ബ്രിഡ്ജ്. അപ്പോൾ 2 കാരണങ്ങൾ കൊണ്ടാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പളായിട്ട് ഉപയോഗിക്കുകയും ഈ വയറിൻ്റെ നീളം 1 മീറ്റർ ആവുകയും ചെയ്തതുകൊണ്ട് രണ്ടുകൂടെ ചേർത്ത് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയത് R1/R2 = R3/R4 എന്നല്ലേ? അതുപയോഗിച്ചിട്ട് 3 വാല്യൂസ് നമുക്കറിയാമെങ്കിൽ 4മത്തത് കണ്ടുകൂടെ? അതാണ് ഈ തത്വം. ഇപ്പം R1/R2 = R3/R4 ആണെന്ന് നമുക്കറിയാം. ഇതിലെ 3 വാല്യൂസ് നമുക്കറിയാമെങ്കിൽ 4മത്തത് കാണാമല്ലോ.
അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന തത്വം. അപ്പോൾ ഇവിടെ അൺനോൺ ആണ് എക്സ് നമുക്ക് അറിഞ്ഞുകൂടാ, എക്സിൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അറിയാം. ഇതാ ഈ ജോക്കി മുതൽ എ വരെയുള്ള നീളം L, ജോക്കി മുതൽ ബി വരെയുള്ള നീളം എത്രയായിരിക്കും? 100 - L. ബാലൻസിങ് ലെങ്ത് എങ്ങനെ കണ്ടെത്തുക എന്നറിയോ? കണക്ഷൻ ഇതേപോലെ നമ്മൾ ചെയ്യുന്നു. എന്നിട്ട് ഗാലനോമീറ്ററിൽ ഈ ജോക്കി ഗാലനോമീറ്ററിൽ നിന്ന് വരുന്ന ഒരു പേന പോലത്തെ ഒരു സൂത്രം നമുക്ക് ഈ വയറിൽ ഇവിടെ വേണമെങ്കിലും തൊടാം. അപ്പോൾ എയിലും ബിയിലും നമ്മൾ മാറി മാറി തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഗാലനോമീറ്റർ സെൻറ്റർ 0 ആണ്. ഒരു പോയിന്റിൽ തൊടുമ്പോൾ ഒരു ഡയറക്ഷനിലേക്ക്, മറ്റേ പോയിന്റിൽ തുടങ്ങുമ്പോൾ മറ്റേ ഡയറക്ഷനിലേക്ക്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കറണ്ട് ഇവിടെ നിന്ന് എപ്പോഴോ അങ്ങോട്ട് പോയി എന്നർത്ഥം, ഡയറക്ഷൻ. അതുകൊണ്ടാണല്ലോ ഒന്ന് ലെഫ്റ്റിലും ഒന്ന് റൈറ്റിലും കാണിച്ചത്. അപ്പം നമ്മൾ എയിൽ നിന്ന് സാവധാനം ജോക്കി കൊണ്ടുവന്ന് നോക്കിയാൽ ഒരു പോയിന്റിലെത്തുമ്പോൾ അത് 0 കാണിക്കും. അതാണ് നമ്മുടെ IG = 0 അഥവാ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എയുടെയും സിയുടെയും ഇടയിൽ നമുക്കൊരു സെല്ലുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇവിടെ എയുടെയും സിയുടെയും ഇടയിൽ സിക്ക് പകരം നമ്മൾ ബി എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. എയുടെയും സിയുടെയും ഇടയിൽ ദാ സെല്ല്. അതുപോലെ തന്നെ ഇത് രണ്ടും എയും സിയും ആക്കി. അതാണ് എ ബി എന്നിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി 2 ടെർമിനലില്ലേ, ബിയും ഡിയും. ആ ബിയും ഡിയുടെ ഇടയിൽ ഗാലനോമീറ്റർ അല്ലേ ഉള്ളത്. അപ്പോൾ ഇത് ബി ആക്കാം, ഇത് ഡി ആക്കാം. ഇതിൻ്റെ ഇടയിൽ ഗാലനോമീറ്ററും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ 2 ടെർമിനൽസ് നമുക്ക് ബി ആൻഡ് ഡി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിനെ നമുക്ക് എയും സിയുമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതേ കണക്ഷനാണ് ഇവിടെയും വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദിസ് ബൈ ദിസ്. ഇപ്പോൾ R1/R2 = R3/R4 എന്നാണ് ഇക്വേഷൻ. അതേ വിധത്തിൽ x/L എന്ന് പറയുന്നത് R/100 - L ആണ്. അതാണ് എഴുതിയിരിക്കുന്നത്. ഈ L ഇവിടെയും ഈ R ഇവിടെ ഇട്ട് അത് തന്നെയാണ് ഇക്വേഷൻ. ഈ സെയിം ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. കാരണം R1/R2 അതാണ് ഇതിങ്ങോട്ട് വരിക. R3/R4 അതേ പ്രകാരം x/L = R/100 - L. ഇത് ലെങ്ത് ആണെങ്കിലും ഈ വയറിന് ഓരോ സെൻറ്റിമീറ്ററിനും R റെസിസ്റ്റൻസ് ആണെന്ന് സങ്കല്പിക്കുക. സ്മോൾ r ആണ് ഇത്. ഈ വയറിൻ്റെ ഓരോ സെൻറ്റിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ L നീളത്തിൻ്റെ റെസിസ്റ്റൻസ് എത്ര വരും? L × R അല്ലേ. അതുപോലെ ബാക്കിയുള്ളതിൻ്റെതോ 100 - L × R. അപ്പോൾ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് മാറി. L ആണ് നമ്മൾ അളക്കുന്നതെങ്കിലും നമുക്ക് കിട്ടുന്നത് L × R എന്നാണ്. പക്ഷേ R രണ്ടിടത്തും ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മൾ റെസിസ്റ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യാതെ ഇവിടെയും സെൻറ്റിമീറ്റർ എഴുതുന്നു, ഇവിടെയും സെൻറ്റിമീറ്റർ എഴുതുന്നു. കുഴപ്പമില്ല. കാരണം ഇവിടെയും റെസിസ്റ്റൻസ് R കൊണ്ട് ഗുണിക്കുന്നുണ്ട്, ഇവിടെയും റെസിസ്റ്റൻസ് റേഷ്യോ ആയതുകൊണ്ട് അത് കട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ലാബിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ L-ഉം 100 - L മാത്രമേ എടുക്കാറുള്ളൂ. L എടുക്കാറേ ഉള്ളൂ, ബാക്കി കിട്ടുമല്ലോ. ഇതിപ്പോൾ 40 ആണെങ്കിൽ മറ്റേ 60 ആയിരിക്കുമല്ലോ. അങ്ങനെ x/R = L/100 - L. R നമുക്കറിയാം, നമ്മളാണ് റെസിസ്റ്റൻസ് ഇടുന്നത്. L നമുക്കറിയാം, 100 - L കിട്ടും. സോ വാട്ട് ഇസ് x? R × R അങ്ങോട്ട് ഗുണിച്ചു L/100 - L. ഇങ്ങനെയാണ് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക യൂസിങ് മീറ്റർ ബ്രിഡ്ജ്. അപ്പോൾ വീണ്ടും ഫിഗർ വേണം, പ്രിൻസിപ്പിൾ വേണം, ഇക്വേഷൻ വേണം. ഞാൻ ഏറ്റവും മിനിമം റിക്വയർമെൻറ്റ് 5 കാര്യം ആണ് ഉദ്ദേശിക്കുന്നത്. 5 പോയിൻറ്റ്സ് മാത്രമേ ഞാൻ അവിടെ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ആളാണ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യൽ അളക്കുന്ന മീറ്റർ, അതാണ് പൊട്ടൻഷ്യോമീറ്റർ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. പൊട്ടൻഷ്യൽ. അപ്പോൾ ചോദിക്കും മിസ്സേ വോൾട്ട് മീറ്റർ പോരേന്ന്. പക്ഷേ അതിന് കുറേ കാരണങ്ങളുണ്ട്. എന്താണ് വോൾട്ട് മീറ്റർ ഉപയോഗിക്കാത്തത്, എന്താണ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തൽക്കാലം പേര് നിങ്ങളുടെ മെമ്മറിയിൽ ഇടാൻ വേണ്ടി ഞാൻ പറയുന്നു. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അഥവാ EMF അളക്കുന്ന മീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ തത്വം അങ്ങനെ തന്നെയാണ്. EMFഉം ബാലൻസിങ് ലെങ്ത്തിന് ആനുപാതികം. ഇവിടെ ചെയ്തതുപോലെ തന്നെ നമുക്കിവിടെയും ബാലൻസിങ് ലെങ്ത് കാണണം. കണക്ഷൻസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എയിലും ബിയിലും നമ്മൾ ചോക്കി കൊണ്ട് വെച്ച് നോക്കുന്നു, പോയിൻ്റർ കൊണ്ട് വെച്ച് നോക്കുന്നു. എയിൽ ഒരു സ്ഥലത്തോട്ടും ബിയിൽ നേരെ വിപരീത ദിശയിലും ഡിഫ്ലക്ഷൻ കിട്ടുന്നു. എന്നിട്ട് എ മുതൽ ബി വരെ, ഇത് 10 മീറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വരച്ചിട്ടില്ല, മടക്കി ഓരോ മീറ്റർ വെച്ച പോലെ വരച്ചിരിക്കുകയാണ്.
ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയാണ് 10 മീറ്റർ വെച്ചത്. കാരണം 10 മീറ്റർ നീളത്തിൽ വെച്ച എത്ര വലിയ ഡിവൈസ് വേണം. അതുകൊണ്ട് നമ്മളത് മടക്കി ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. 1 അങ്ങോട്ട് 2 ഇങ്ങോട്ട് ഇങ്ങനെ ചുറ്റി 10 മീറ്റർ ഉണ്ടത്. അപ്പോൾ ആ 10 മീറ്റർ ഉണ്ട് എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. എ മുതൽ ബി വരെ. ഇവിടെ എ മുതൽ ബി വരെ 1 മീറ്ററേ ഉള്ളൂ. അതാണ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പേരും. തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് എ മുതൽ ബി വരെയുള്ള വയർ. ഇനി എ മുതൽ ബി വരെയുള്ള വയറിൻ്റെ ഇടയിൽ ഈ മെജന്ത ഷെയ്ഡിൽ കാണിച്ചിട്ടുള്ള കണക്ഷൻ പ്രൈമറി സർക്യൂട്ട് എന്ന് പറയും. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ഒരു സെല്ല്, ഒരു റിയോസ്റ്റാറ്റ്, ഒരു കീ. അതിനെന്താ പേര് പറയുക? പ്രൈമറി സർക്യൂട്ട്. ഇതിനെന്താ പറയുക? സെക്കൻഡറി സർക്യൂട്ട്. ശ്രദ്ധിക്കണം, എയിലെ എല്ലാ കണക്ഷൻസും, എയിൽ നിന്നാണ് എല്ലാ കണക്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൈമറി സർക്യൂട്ടിലേക്കുള്ള കണക്ഷനും സെക്കൻഡറി സർക്യൂട്ടിലേക്കുള്ള എല്ലാ കണക്ഷൻസും എയിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് കമ്പയർ ചെയ്യണം. ഇതിൻ്റെയും EMF കമ്പയർ ചെയ്യണം. ഇതൊരു സെല്ല്, ഡാനിയൽ സെല്ലോ ലെക്ലാൻഷ്യസ് സെല്ലോ ഏത് സെല്ല് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഏത് സെല്ലായാലും കുഴപ്പമില്ല. E1 ഒരു സെല്ല്, E2 വേറൊരു സെല്ല്. ഇവിടെ രണ്ടുപേരുടെ EMF ആണ് കാണേണ്ടത്. E1/E2 ആണ് കാണേണ്ടത്. അപ്പോൾ E1/E2 പ്രിൻസിപ്പൽ ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് പ്രപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത് ആണ്. ബാലൻസിങ് ലെങ്ത്തിന് ആനുപാതികമാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? E1 പ്രപ്പോർഷണൽ ടു L1, E2 പ്രപ്പോർഷണൽ ടു L2. ബാലൻസിങ് ലെങ്ത് എങ്ങനെ കാണാൻ ഞാൻ പറഞ്ഞില്ലേ? എയിലും ബിയിലും കണക്ഷൻസ് ഒക്കെ ചെയ്ത് കീ ഏതെങ്കിലും ആദ്യം ഇവിടെ കീ ഇടുക. അപ്പോൾ E1 എന്ന് പറയുന്നത് എൻക്ലോസ്ഡ് ആയിരിക്കും. ഇതിൽ കൂടെ കറണ്ട് പോവില്ല. പിന്നെ നമ്മൾ ഇത് അൺപ്ലഗ് ചെയ്തിട്ട് ഇവിടെ കീ ഇടുക. അപ്പോൾ E2 എന്ന് പറയുന്നത് സർക്യൂട്ടിലുണ്ടാവും. അപ്പോൾ E2ന് ബാലൻസിങ് ലെങ്ത് കാണണം. അപ്പോൾ ബാലൻസിങ് ലെങ്ത് കാണാൻ എന്താ ചെയ്യേണ്ടത്? എയിലും ബിയിലും ജോക്കി വെച്ചിട്ട് ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ കിട്ടിയാൽ എ മുതൽ പതുക്കെ ഇങ്ങനെ നീക്കി സാവധാനം പോയി ഒരു പോയിന്റ് എത്തുമ്പോൾ 0 കാണിക്കും. ബാലൻസിങ് ലെങ്ത് ആണത്. അപ്പോൾ എ മുതൽ ജെ വരെയുള്ള നീളം AJ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇവിടെ എഴുതാം. A to J ആണ് നമ്മുടെ ബാലൻസിങ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ J എന്ന് പറയുന്നത് ഈ 10 മീറ്ററിൽ അഥവാ 1000 സെൻറ്റിമീറ്ററിൽ എവിടെ വേണമെങ്കിലും ആവാം. അപ്പോൾ ആദ്യം നമ്മൾ റിയോസ്റ്റാറ്റ് ഒരു പ്രത്യേക പൊസിഷനിൽ വെച്ചു. ഈ പറഞ്ഞ തരത്തിൽ ലെങ്ത് കണ്ടുപിടിച്ചു. E1ന് L1 എന്ന് കൊടുക്കാം. എന്നിട്ട് ആ കീ ഊരി തിരിച്ച് E2 കൊടുത്തു. E2ന് L2 എന്നും കൊടുക്കാം. അപ്പോൾ E1/E2 ഈസ് ഈക്വൽ ടു L1/L2 എന്ന് കിട്ടി. ഫിനിഷ്ഡ്. അപ്പോൾ ഈ ഫിഗറാണ് പ്രധാനപ്പെട്ടത്. ഫിഗർ വരയ്ക്കാൻ അറിയണം. പ്രിൻസിപ്പിൾ EMF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത്. ഓക്കെ. അടുത്തത് ഇത് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി ഓടിച്ചു പറയുകയാണ് കേട്ടോ. വിശദമായിട്ട് നമ്മൾ വീഡിയോസിലാണ് ചെയ്തിട്ടുള്ളത് ഫോക്കസ് ഏരിയയുടെ. പക്ഷേ ഞാനിത് എക്സാമിന് വേണ്ടി മാത്രം ഓടിച്ചു പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കൺസെപ്റ്റ്സോ അതിൻ്റെ ഡീറ്റെയിൽസോ ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല. മാത്രമല്ല സമയം, നിങ്ങളൊരു 10 മിനിറ്റ് 20 മിനിറ്റിൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും കിട്ടേണ്ട ഒരു സമയത്തിൻ്റെ പ്രശ്നം കൂടി ഉണ്ടല്ലോ. അതും ഞാൻ കണക്കിലെടുത്തിട്ടുണ്ട്. അടുത്തത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. ഇതൊക്കെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ നന്നായി പഠിക്കുന്ന പദങ്ങളാണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ കാണേണ്ടത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ, ഇതൊക്കെ ഒരേ കാര്യങ്ങളാണ്. പ്രൈമറി സർക്യൂട്ട്, സെക്കൻഡറി സർക്യൂട്ട്. ഇവിടെ ആകെയുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് നോക്കിയേ. ഇതേപോലെ ഒരു സെല്ല് നമുക്ക് ഇവിടെയും ഉണ്ട്. ഈ ബാക്കി പോർഷനില്ല, ഇത്രയും പോർഷൻ നമുക്ക് ഇല്ലാത്തത് നമുക്ക് ഈ ഒരു ഗാലോമീറ്റർ കണക്ഷനൊക്കെ അതേപോലെ തന്നെയാണ്. ആകെയുള്ള പ്രശ്നം 2 സെല്ലിന് പകരം നമ്മൾ ഒരു സെല്ലേ വെച്ചിട്ടുള്ളൂ. ആ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഈ സർക്യൂട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണെന്ന് വെച്ചോ. അപ്പോൾ അത് കണക്ഷൻ ശരിയല്ലേ? ഞാൻ ഇവിടെ വരയ്ക്കുന്നില്ല. ഇതിങ്ങനെ ക്ലോസ്ഡ് ആണെന്ന് വിചാരിക്കുക. ക്ലോസ്ഡ് ആണെങ്കിൽ അതല്ലേ കാണിച്ചിരിക്കുന്ന ചിത്രം. നോക്കിക്കോളൂ. ഇങ്ങനെ വന്നു. അതന്നെ ലേസ് ചിത്രം ആണ്. പിന്നെ എന്താ അഡീഷണലായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത്? ഈ സെല്ലാണ് നമ്മൾ വരച്ചിട്ടുള്ളതെങ്കിൽ E എന്നുള്ളത് ആ സെല്ലിൻ്റെ പോസിറ്റീവിനും നെഗറ്റീവിനും ഇടയിൽ കറണ്ട് വഴി മാറ്റി വിടാനായിട്ട് ഒരു കീയും വെച്ചിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് ബോക്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് കറണ്ടിനെ ഇതിൽ കൂടെ കടത്തിവിടാം, അല്ല എങ്കിൽ ഇതിൽ കൂടെ കടത്തിവിടാം. 2 വഴി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നുകിൽ ഇതിൽ കൂടെ കടത്തിവിടാം, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സെല്ലിനുണ്ട്. ഇത് എക്സ്റ്റേണലി നമ്മളൊരു റെസിസ്റ്റൻസ് ബോക്സ് വെച്ചിരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ചോദ്യം ഫൈൻഡ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. ഈ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അതേ തത്വം. എന്താണ് തത്വം? E പ്രപ്പോർഷണൽ ടു L1. അപ്പം നമ്മൾ ആദ്യം E പ്രപ്പോർഷണൽ ടു L1 ഇവിടെ കണ്ട പോലെ തന്നെ ഇവിടെയും കാണുന്നു. അടുത്തത് E പ്രപ്പോർഷണൽ ടു L2. പക്ഷേ ആ സമയത്ത് നമ്മൾ ഈ സെക്കൻഡ് സർക്യൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നമുക്ക് E ഇൻറ്റു ഇതെന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ് അല്ലേ. ഇതെന്താണ്? റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ അതൊരു നമ്പർ അല്ലേ വരിക, അല്ലാതെ ഈ വാല്യൂ മാറില്ലല്ലോ. ഇപ്പോൾ 4/2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ വരിക. എന്ന് പറഞ്ഞതുപോലെ നമുക്കറിയാം കറണ്ട് വോൾട്ടേജ് ഡിവൈഡർ അറേഞ്ച്മെൻറ്റ് എന്നൊക്കെ പറയും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് R/R1 + R2 എന്ന് എഴുതാം. ഈ ഒരു ടേം തൽക്കാലം ഫോർ ദ എക്സാം സേക്ക് നിങ്ങൾ അങ്ങനെ പഠിക്കുക. വിശദമായി പറഞ്ഞാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്ക് ഡീറ്റെയിൽഡായിട്ട് എടുക്കണം. ഞാൻ അതിലേക്ക് പോകാൻ മുതിരുന്നില്ല. അപ്പോൾ സെക്കൻഡ് സർക്യൂട്ടും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് E ഇൻറ്റു R/R+R. R എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ്, സ്മോൾ r എന്ന് പറയുന്ന സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. R/R+R ഈസ് പ്രപ്പോർഷണൽ ടു L2. വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, വേണ്ടാത്തൊക്കെ പോകുന്നു. ഈ സെയിം ആണ് പോകുന്നു. ബാക്കി എന്ത് കിട്ടും? ഫസ്റ്റ് വൺ ബൈ സെക്കൻഡ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ അടിയിൽ അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? E ഡിവൈഡഡ് ബൈ R/R+R, 1/R/R+R. അപ്പോൾ നേരെ തിരിച്ചു വരും, R+R/R എന്ന് കിട്ടും. പക്ഷേ ഇതിനെ A+B/C എന്ന് വെച്ചോ, A+B/C. അപ്പോൾ A+B/C എന്നല്ലേ, A/C + B/C എന്ന് എഴുതാം. A/C + B/C എന്ന് എഴുതുമ്പം A/C 1, B/C R/R കിട്ടിയല്ലോ. ഇനി R/R അവിടെ നിലനിർത്തിയിട്ട് ഈ 1 ഇതിൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് കിട്ടി? L1/L2 - 1. ഇത് നമ്മൾ LCM എടുത്താൽ എന്ത് കിട്ടും? L1 - L2/L2. L1 - L2/L2. പക്ഷേ നമുക്ക് വേണ്ടത് സ്മോൾ r ആണ്. അപ്പോൾ ക്യാപിറ്റൽ ആറിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ക്യാപിറ്റൽ R ഇൻറ്റു L1 - L2/L2. ദാറ്റ് ഈസ് എ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഈ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പം ഞാൻ മിനിമം കാര്യങ്ങൾ വളരെ മിനിമം സമയം കൊണ്ട് പറഞ്ഞതാണ്, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം. ജസ്റ്റ് 5 essays or 5 marks of the chapter 3. സ്ക്രീൻഷോട്ട് എടുത്തോ, പെട്ടെന്ന് പഠിച്ചോ. താങ്ക് യു.